മിഥുനം രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളുണ്ടാവും? നന്മയാണോ തിന്മയാണോ എന്ന് നമുക്ക് നോക്കാം. മിഥുനം രാശി എന്നത് തന്നെ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യം കൊണ്ട ഒരു രാശി തന്നെയാണ്. അതുപോലെ തന്നെ വായു രാശിയും കൂടിയാണ്. വായു വേഗത്തിൽ എന്ത് കാര്യവും ചെയ്തു തീർക്കുവാനായിട്ടുള്ള ഒരു വ്യഗ്രത കാട്ടുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഈ രാശിക്കുള്ളിലെ നക്ഷത്രക്കാരൊക്കെയും. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു 10 തവണയെങ്കിലും ഇവർ ആലോചിച്ച് മാത്രമായിരിക്കും ഒരു കാര്യത്തിൽ ചെന്ന് ഇറങ്ങുക. എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു പോയാൽ പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുമല്ല, ഒരു കാര്യം ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്താഗതിയും ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും. മിഥുനരാശിക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരംഭഘട്ടത്തിൽ എല്ലാം അന്തം വിട്ട് എടുത്തു ചാടി ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ മുൻപിൻ ചിന്തിക്കാതെയൊക്കെ അല്ലെങ്കിൽ കുറച്ചു കാലം ചിന്തിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പെട്ടെന്നൊരു എടുത്തുചാട്ടം കാണിക്കും. പിന്നീട് ആ ഒരു വിഷയത്തിൽ ഇവർക്ക് അതിലുള്ള ഒരു വ്യഗ്രതയൊക്കെ കുറഞ്ഞ് വന്ന് അതിൽ ഒരു അലസ മനോഭാവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇവർ എല്ലാവരോടും തന്നെ വളരെയേറെ മതിപ്പും ബഹുമാനവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതായത് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരേ മനോഭാവത്തോടുകൂടി ഇടപെട്ട് പഴകിപ്പോകുന്ന വ്യക്തിത്വമുള്ളവർ തന്നെയാണ്. ഇവർ എല്ലാവരോടും തന്നെ വളരെ ഏറെ സന്തോഷത്തോടുകൂടി വളരെ തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഇവർക്കൊപ്പം തന്നെ ഇവർക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ അവിടെ പൂർണ്ണമായും മൗനം പാലിച്ച് സൈലൻ്റായിട്ട് ഒഴിവായി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. മിഥുന രാശിക്കാരെ ചുറ്റിയുള്ള വ്യക്തികളോട് തന്നെ ഇവർ വളരെയധികം നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് തവണ ഓരോരോ വ്യക്തികളെയും ഇവർ ഉപദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് കേൾക്കാതെ വരുന്ന മുറയ്ക്ക് ഇവർ അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യങ്ങളും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടും വലിയ തോതിലുള്ളതല്ല പൂർണ്ണമായും ഒഴിവായി നിൽക്കുവാനായിരിക്കും ഇവർ ശ്രമിക്കുക. തൊഴിലിടങ്ങളിലായിരുന്നാലും ശരി, കുടുംബത്തിനുള്ളിലായിരുന്നാലും ശരി, ഇവർ പറയുന്നത് ആരും കേൾക്കുന്ന ഒരു സാഹചര്യമില്ല. ഇവർ തന്നെയായിരിക്കും എല്ലായിടങ്ങളിലും ഇണങ്ങി അനുസരിച്ച് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് ചിന്തിച്ച് മുന്നിലേക്ക് പോകുന്നവർ. ഇവരുടെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ ഈ മിഥുനൻ രാശിക്കാർ എല്ലായിടത്തും വളരെയധികം ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ മിഥുനൻ രാശിക്കാരിൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി, തൻ്റെ ഇപ്പോൾ ആണാണെങ്കിൽ ഭാര്യ, പെണ്ണാണെങ്കിൽ ഭർത്താവ്, ഈ മിഥുനം രാശിയിൽപ്പെട്ടവരാണെങ്കിൽ ഇവർ തൻ്റെ ഭാര്യയോ ഭർത്താവോ എപ്പോഴും തന്നെക്കാളും ഉയർന്ന നിലയിൽ എത്തണമെന്ന വലിയ ഉയർന്ന ചിന്താഗതി ഉള്ളവരാണ്. അപ്പോൾ അതുപോലെ അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. ഒരു വീഴ്ച പറ്റിയാൽ അവർക്ക് ഏത് വിധത്തിലും അനുകൂലമായി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള പൂർണ്ണ മനോഭാവവും ഉള്ള വ്യക്തിത്വം തന്നെയാണ് ഈ മിഥുനം രാശിയിൽ. ആണായാലും പെണ്ണായാലും ഈ ഒരു മനോഭാവം തന്നെയായിരിക്കും. പക്ഷേ ഇത് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. മിഥുനം രാശിക്കാരനായ ഒരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിക്ക് കേതൂർ ദശയൊക്കെ നടക്കാൻ സമയത്ത് സമ്പത്തൊക്കെ പൂർണ്ണമായും നാശമായി പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. ആ സമയത്ത് ഭാര്യ എന്തെങ്കിലും വിധത്തിലുള്ള തൊഴിൽ പോകുകയോ ജോലിക്കിറങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിന് ശേഷം അവർ ഈ മിഥുനം രാശിക്കാരൻ്റെ നെഞ്ചത്ത് ചവിട്ടി കയറുന്ന ഒരു കാര്യവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതായത് പിന്നീട് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സാഹചര്യം. പക്ഷേ അപ്പോഴും അനുസരിച്ച് തൻ്റെ കുടുംബമാണെന്ന ചിന്തയ്ക്ക് മുന്നിൽ പോകുന്നവരും ഈ മിഥുനം രാശിക്കാർ തന്നെയാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡും ചിന്തിക്കാം. സ്ത്രീ വശത്തിൽ ചിന്തിച്ചാലും ഇത് തന്നെയാണ്. 100% പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി തൻ്റെ ഒരു ആയുസ് മുഴുവൻ ചിലവാക്കിയാലും ഇവരെ തോട്ടിൽ തൂക്കി എറിയുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഇവരുടെ കുടുംബക്കാരൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പണം തന്നെയാണ് പ്രശ്നമായി വരുന്നത്. പണം ധാരാളം കയ്യിലുള്ളിടത്തോളം അവർ വലിയ മികച്ച ഉന്നത നിലയിലുള്ള ആളും പണമില്ലാതെ വരുമ്പോൾ തോട്ടിൽ എടുക്കുന്ന ചൂണ്ടയിൽ കൊരുത്തെറിയുന്ന ഒരു മീനായിട്ട് അവർ കരുതി എടുത്ത് വിളയിലെറിയുകയും ചെയ്യും. പരമാവധി മിഥുനൻ രാശിക്കാരൊക്കെ തന്നെ വിവാഹശേഷം ഏതാണ്ട് 1 വർഷത്തോളം സ്വന്തം കുടുംബത്തിനോടൊപ്പം ജീവിച്ചു. അതായത് സഹോദരങ്ങൾക്കൊപ്പമൊക്കെ കൂട്ടുകുടുംബമായി ജീവിച്ചു. അതിനുശേഷം സ്വന്തമായി എവിടെയെങ്കിലും വാടകയ്ക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷത്തെ മാത്രം അവിടെ കരുതുന്ന കാര്യം, തർക്കം വേണ്ട, വഴക്ക് വേണ്ട എന്നുള്ള ചിന്താഗതി കൊണ്ട് അവർ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് സത്യം.
ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചിന്തയിൽ മനസ്സിൽ വച്ചുകൊണ്ട് വേണം മിഥുനം രാശിക്കാരായ ആൺ പെൺ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയും ഇനിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഇനി ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള കാലമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് പണം പോലുള്ള കാര്യങ്ങൾ എവിടെയും നിക്ഷേപിക്കരുത്. പണം കടമെടുക്കുവാനായിട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ തനിയെ വേണം ഓരോ സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും ചോദിച്ച് പണം വാങ്ങുവാനായിട്ട്. മറ്റൊരാളെ വിശ്വസിച്ച് പണം മുടക്കുകയോ അതുപോലെ തന്നെ പണം കടം വാങ്ങുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഈ കാലഘട്ടത്തിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയൊക്കെ ആരൊക്കെയാൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം, ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മകയിരം നക്ഷത്രം 3-4 പാദങ്ങളിൽ പിറന്നവർക്കൊക്കെ തന്നെ തൻ്റേതായ കുടുംബ ബന്ധങ്ങളിൽ, അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനാലോ ഭർത്താവിന് ഭാര്യയായാലോ ഒക്കെ ഒരു ധനം ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം, ഒരു സഹായം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകും. സുഹൃത്തുക്കൾ വഴിയൊക്കെ ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം, അതായത് കുട്ടികളുടേതായ പഠന ചിലവിനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പണം കടമായി ചോദിച്ചാലൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മംഗളകരമായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ജൂൺ മാസം. പെട്ടെന്നുള്ള ചില അകാരണമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാവും ഇത്. പെട്ടെന്നുള്ള ചില അത്യാവശ്യ യാത്രകളൊക്കെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ ഒരു സൗഹൃദപരമായ ഒരു സന്തോഷകരമായ ഒരു യാത്രയും കൂടി ആവാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ പെട്ടെന്ന് തന്നെ ആവശ്യത്തിന് പണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആവശ്യത്തിനുള്ള കടം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ സഹായങ്ങൾ ബാങ്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കടം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ, ചിലരൊക്കെ തന്നെ ഒളിവായി ചില ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയും തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഒളിഞ്ഞിരുന്ന് ശത്രു ആക്രമണം നടത്തിയിരുന്നവർക്ക് തന്നെ നിങ്ങൾക്ക് മിത്രങ്ങളായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടേതായ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് അകാരണമായി നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ നിങ്ങൾ കേൾക്കാത്തതുപോലെ നിങ്ങൾ പോകേണ്ട ഒരു കാലമാണ്. കാരണം അത് അവഗണിക്കേണ്ട കാലമായി വരുന്നു. അവിടെയൊന്നും മറുപടിക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. തിരുവാതിര നക്ഷത്രക്കാരായ ഒരുപാട് പേര് സ്ത്രീ പുരുഷന്മാർക്ക് അപവാദങ്ങളും അപമാനങ്ങളും മറഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്ന പല വ്യക്തികളുമുണ്ട്. അതായത് കുടുംബത്തിനുള്ളിലും പുറത്തും ഓഫീസുകളിലും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവയൊക്കെ തന്നെ അവഗണിച്ച് മുന്നിലേക്ക് പോകേണ്ട കാലമാണ്. കാരണം നിങ്ങളിൽ തെറ്റില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് നിങ്ങൾ ആ ഒരു മനോഭാവത്തോടുകൂടി വേണം മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ. പുണർന്നം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ 1, 2, 3 പാദങ്ങളിൽ ഉള്ളവർക്ക് ഈ ജൂൺ മാസത്തിൽ അകാരണമായ പെട്ടെന്നുള്ള ചിലവുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ തന്നെയും അതിനു വേണ്ടിയിട്ടുള്ള ധനം വന്നു ചേരുകയും ചെയ്യും. പക്ഷേ വന്ന പണം കയ്യിൽ തങ്ങില്ല, ചിലവായി തീർന്നു പോകുന്ന സാഹചര്യവും കൂടി ആയിരിക്കും. പുതിയതായ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദമുണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ആണായാലും പെണ്ണായാലും പുതിയ വ്യക്തികളുമായിട്ട് ഇടപെട്ട് പഴകുന്ന ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിയായ വ്യക്തികളാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാവണം നിങ്ങൾ ഇടപെട്ട് മുന്നിലേക്ക് പോകുവാൻ. ഇല്ലെങ്കിൽ 18ൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും. കുടുംബം ചെതലായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതായിരിക്കും വരിക. അപ്പോൾ വളരെ ശ്രദ്ധ വേണം. എല്ലാവരെയും വിശ്വസിക്കുന്ന ആ ഒരു മനോഭാവം ഉപേക്ഷിക്കണം ഈ ഒരു കാര്യത്തിൽ. മിഥുനം രാശിക്കാരൊക്കെ തന്നെ ഈ കൈകാലൊക്കെ ഇല്ലാത്ത ചില വ്യക്തികളൊക്കെ ഉണ്ടാവും. അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ചിലരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു പൊതി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെയധികം മേന്മകൾ ഉണ്ടാക്കും. ജൂൺ മാസത്തിൽ വളരെയധികം നന്മകൾ തരുന്ന ദിവസങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ 11-ാം തീയതിയും 12-ാം തീയതിയുമാണ് നിങ്ങൾക്ക് വളരെയധികം മേന്മകളായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഭാഗ്യസംഖ്യകളൊക്കെ ആണെങ്കിൽ ഈ ജൂൺ മാസത്തിലേക്ക് നിങ്ങൾക്ക് വരുന്നത് 3, 8,
7 എന്നീ സംഖ്യകളാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഭാഗ്യസംഖ്യകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്പറുകളിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെയധികം മേന്മകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ജൂൺ മാസത്തിൽ കണ്ടെത്താനായിട്ട് കഴിയുക. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഇന്നേക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ പാടില്ല. അതായത് ഇന്ന് പണം ലഭിക്കുന്നു, നാളെയും ലഭിക്കും എന്ന ചിന്താഗതി നിങ്ങൾക്ക് പാടുള്ളതല്ല. കാരണം മുൻകാലത്തെ അനുഭവങ്ങൾ നിങ്ങളെ അത് വേണ്ട വിധം പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ പണം ചിലവാക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം. കാരണം നിങ്ങളുടേതായ സമ്പാദ്യം എന്തെങ്കിലുമായിട്ട് നിങ്ങൾ കരുതി വയ്ക്കേണ്ട ഒരു കാലമായിട്ടാണ് വരുന്നത്. ഇനിയും നിങ്ങൾക്ക് നേടാനുള്ള സമയം ആവശ്യം പോലെ ഉണ്ട്. പരമാവധി മിഥുനം രാശിക്കാരൊക്കെ ഒരു 50 വയസ്സിന് ശേഷമായിരിക്കും ഏതാണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ സമയം തെളിയുക അപ്പോഴായിരിക്കും. പക്ഷേ വയസ്സ് 50 ആവുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ശരീരം പ്രവർത്തനങ്ങൾക്ക് അതീതമായി നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 25 വയസ്സുകാരൻ്റെ മനസ്സുണ്ടായിരിക്കും, ശരീരം അനുവദിക്കില്ല വീണ്ടും ഒരു നല്ല കാലത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ കണ്ടെത്തലുകളൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നു. മിഥുനം രാശിയിൽ പിറന്ന ആരെങ്കിലും ഗവൺമെൻറ് സംബന്ധപ്പെട്ട തൊഴിലിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെയേറെ സമാധാനം തന്നെയാണ് വേണ്ടത്. കാരണം ഈ ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഒരു 4 or 5 പ്രാവശ്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുക. അതിനാൽ തന്നെ ക്ഷമ വളരെ അധികം വേണം. അതുകൊണ്ട് തന്നെ മറ്റ് ജോബുകളിൽ നിന്നുകൊണ്ട് വേണം സർക്കാർ സംബന്ധപ്പെട്ട ജോലികൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനായിട്ട്. കുടുംബാന്തരീക്ഷമൊക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം മിഥുനം രാശിക്കാരൊക്കെ കൊണ്ടുപോകാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മിഥുനം രാശിയിൽപ്പെട്ട ഒരു വ്യക്തി ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ കേതു എന്ന് പറയുന്ന ഒരു ദശാകാലം വരുമ്പോൾ അവർ നിങ്ങളെ ഭരിക്കുന്ന ഒരു സാഹചര്യം വരും. അതായത് അതുവരെ ബുധൻ്റെ ദശ നടന്നുകൊണ്ടിരിക്കും കാലം വരെ മിഥുനം രാശിക്കാരൻ പറയുന്നതാണ് അവിടെ വേദവാക്യമായിട്ട് ഇരുന്നു എങ്കിൽ കേതുർദശ വരുമ്പോൾ ഓപ്പോസിറ്റായിരിക്കും സംഭവിക്കുക. അവിടെ ഈ ചിങ്ങം രാശിക്കാരിയായിരിക്കും മിഥുനം രാശിക്കാരനെ ഭരിക്കുക. അപ്പോൾ ഇവിടെ ആധിപത്യം കുറയുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്? കുടുംബപരമായ അന്തരീക്ഷം മുന്നിലേക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ മിഥുനം അനുസരിച്ച്, അതായത് അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദേഷ്യമൊക്കെ കുറച്ച് ഇല്ലായ്മ ചെയ്ത് പൂർണ്ണമായ ദേഷ്യം ഒഴിവാക്കി അനുകൂലമാക്കി കൊണ്ടുവരുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വന്തമായ പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യമൊക്കെ കുറച്ച് നല്ലതുപോലെ കൊണ്ടുവന്ന് സൈലൻ്റായി മാറി അവിടെ നിന്നും അവരെ അനുകൂലമാക്കി കൊണ്ടുവരുവാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ മറ്റു വല്ല വഴികളും തേടുന്ന ഒരു സാഹചര്യമുണ്ടാകും. നമ്മളറിയാതെ തന്നെ നമ്മളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കും. കാരണം വൈരാഗ്യ ബുദ്ധി വന്നു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഈ രാശിക്കാരെ. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർ ഈ ഒരു ജൂൺ മാസത്തിൽ വളരെയേറെ കരുതലോടുകൂടി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇപ്പോൾ 60 ദിവസത്തേക്ക് ശുക്രൻ്റേതായ ഒരു ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ തന്നെയും പണം വരുന്ന വഴിക്ക് പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശേഖരിച്ച് വയ്ക്കേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്നാണ്. ഇതിൽ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആരായാലും ഈ മിഥുനം രാശിയിൽപ്പെട്ടത് ആരായാലും ഈ ഒരു കണക്കിന് വേണം പോകുവാനായിട്ട്. ഇപ്പോൾ ഇന്ന് 500 രൂപ ജോലിക്ക് കിട്ടുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് 5000 രൂപ ഉണ്ടെങ്കിലേ തികയുള്ളൂ എന്നെനിക്ക് മനസ്സിലാകും. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു 50 രൂപയെങ്കിലും മാറ്റി പോക്കറ്റിലേക്ക് ഇടേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ പഴയ ഒരു നിലവാരത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ജൂൺ മാസം മുതൽക്ക് ഇപ്പോൾ നടക്കുന്ന ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം, ശനിയുടേതായ മാറ്റം, അതുപോലെ തന്നെ രാഹു കേതുവിൻ്റെതായ മാറ്റം, ഇതൊക്കെ നടക്കുന്നുവെങ്കിലും ചിന്തകളിൽ വ്യത്യാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നു.